ജീർണിച്ച മൃതദേഹം ഏറ്റുവാങ്ങാതെ വീട്ടുകാർ, സൈനികന്റെ മൃതദേഹത്തോട് അനാദരവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ BSF ജവാന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ എത്തിയ കുടുംബാംഗങ്ങൾക്കുണ്ടായ ദുരവസ്ഥ ഒരു സൈനികന്റെ കുടുംബാംഗങ്ങൾക്കും ഇനി ഉണ്ടാകരുത്. രാജസ്ഥാനിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ച സൈനികൻ പൂവാർ സ്വദേശി D. ശമുവേലിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനാവാതെ ബന്ധുക്കൾ കുഴങ്ങി. എംബാം ചെയ്യാതെ പെട്ടിയിലാക്കി അയച്ച മൃതദേഹം തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത വിധം ജീർണിച്ച അവസ്ഥയിൽ എത്തിയതോടെയാണ് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം DNA സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ച് കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ. ഇക്കഴിഞ്ഞ ജൂൺ 18-നാണ് 59-കാരനായ ശമുവേൽ പൂവാറിലെ വീട്ടിൽ നിന്ന് അവധിക്ക് ശേഷം തിരികെ യൂണിറ്റിലേക്ക് പോയത്. രാജസ്ഥാനിലെ വാൾമീറിലുള്ള BSF ബറ്റാലിയനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലവിലെ പോസ്റ്റിംഗ്. കഴിഞ്ഞ 24-ന് ഹൃദയസ്തംഭനം മൂലം ശമുവേൽ മരിച്ചതായി വീട്ടിൽ ഫോൺ എത്തി. ജൂൺ 26-ന് രാത്രി 11 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചു. പെട്ടി പുറത്തേക്കെടുത്തപ്പോഴേക്കും കടുത്ത ദുർഗന്ധം അനുഭവപ്പെട്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പെട്ടി തുറന്നപ്പോൾ വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം. കണ്ടാൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹമെന്നും ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹത്തിൽ യൂണിഫോമിൻ്റെ പാൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം തിരിച്ചറിയുന്നതിനായി DNA സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിൽ ബന്ധുക്കൾ പൂവാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. DNA പരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുവാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ഇനി സാമുവേലിന്റെ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഇത്രയും ജീർണാവസ്ഥയിൽ ഒരു ജവാന്റെ ബോഡി നാട്ടിലെത്തിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ദുഃഖകരമായ വാർത്തയാണ്. ഇന്ത്യയിൽ ഒരു ജവാനും ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ നിന്ന് പോയപ്പോൾ ഒരു അസുഖവും ഇട്ട് അവർക്ക്. അപ്പോൾ അവിടെ നിന്ന് അറിയിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റാക്കാണ്, BP ആണ്, അറ്റാക്കുമായിട്ട് വന്നാണ് അവിടെ ഞങ്ങൾ അറിവ്. ആളിപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ശരിക്കും ഒരു ഉന്നത അന്വേഷണം, CBI അന്വേഷണം പോലെ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പോലത്തെ ഒരു അന്വേഷണം നടത്തി ഇനി ഒരു ജവാന് മാത്രമല്ല ഒരു മനുഷ്യന് ഇത് ലോകത്ത് സംഭവിക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.